ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ചൂര മീൻ കൊണ്ടിട്ട് നല്ലൊരു റോസ്റ്റിൻ്റെ വീഡിയോ ആണ്. കേരച്ചൂരയാണ് കേട്ടോ ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1/2 കിലോയോളം കേരച്ചൂര എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മുള്ള കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ പിരിയൻ മുളകുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വളരെ കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണേ. ഈ ഒരു റോസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലതാണ്. ഇനി നമുക്ക് വേറൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ നുറുക്കി വെച്ചേക്കുന്ന കഷ്ണങ്ങൾ, ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് ഹൈ ഫ്ലെയിമിലും മീഡിയത്തിലും ഇട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം. ഒരുപാട് മൂത്ത് കഷ്ണങ്ങൾ ഭയങ്കര ക്രിസ്പിയോ അല്ലെങ്കിൽ കട്ടിയോ ആവണ്ട. ജസ്റ്റ് ഒന്ന് പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വരണം, എന്നാലൊട്ട് ഉൾഭാഗം ഒന്ന് വെന്തം കിട്ടണം, അത്രയും മതി കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ തീ കുറച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഒരുമാതിരി തണുത്ത് കിടക്കത്തേ ഉള്ളൂ, ഒന്നും മൊരിഞ്ഞും വരത്തില്ല, അതുപോലെ തന്നെ നന്നായിട്ട് വെന്തം കിട്ടത്തില്ല. അങ്ങനത്തെ ആദ്യത്തെ ബാച്ച് നമ്മൾ ഫുള്ളും വേറൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കുവാണേ. അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കഷ്ണങ്ങളിനകത്തുകൊണ്ട് ചെറിയ മുള്ളൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. ഇതേപോലെ റോസ്റ്റൊക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ആ മുള്ള് ചെറുതായിട്ട് കിടന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ്, അതായത് മുള്ളില്ലാത്ത ടൈപ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അങ്ങനത്തെ ഇത് ഫുള്ളും നമ്മളൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വെച്ചിട്ട്, അപ്പം എണ്ണ കുറവായിരുന്നുകൊണ്ട് ഞാനൊരു ഇച്ചിരിയും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. പിന്നെ ഇത് ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കഴിവതും വെളിച്ചെണ്ണ എടുക്കാൻ നോക്കണേ. ഇനി ഞാനിവിടെ 3 വലിയ സവോളയും 1 തക്കാളിയും ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഇതിലേക്ക് പച്ചമുളകിന് പകരം നമ്മൾ ബജിമുളകാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമ്മൾ സാമ്പാർ മുളക്, തൊണ്ടമുളക് എന്നൊക്കെ പറയും. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുന്ന വലിയ മുളകില്ലേ, അതെടുത്താലും മതിയേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണേ. അപ്പം ഇതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് നല്ല മണമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇഞ്ചിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും ആ തൊണ്ടൻ മുളകിൻ്റെയൊക്കെ നല്ലൊരു മണം അടിക്കുന്നുണ്ട്. ഇനി നമ്മളിത് കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ലൊരു ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും സൈഡ് ഡിഷായിട്ട് നല്ലതാണേ. അങ്ങനെ ഇപ്പം ഏകദേശം നന്നായിട്ടിങ്ങനെ വഴണ്ട് നല്ല ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സവാളയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ തക്കാളിയും നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വളരെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി കേട്ടോ. മല്ലിപ്പൊടിയുടെ ഒരു കുത്തൽ ഇതിനകത്ത് ഒരുപാട് വരരുത്, അതുകൊണ്ടാണേ. ഇനി എരിവുള്ള മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കളറിന് വേണ്ടിയിട്ടുള്ള പിരിയൻ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പം ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മുടെ കുരുമുളകുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുവാണേ. അതും ഒരു 1/4 ടീസ്പൂൺ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെയൊക്കെ കുത്തൽ മാറുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ആ വഴണ്ട് കിടക്കുന്ന സവാളയ്ക്കകത്ത് ഈ പൊടികളൊക്കെ ചേരുമ്പം പെട്ടെന്ന് തന്നെ അത് കുറച്ചും കൂടെ ഒന്ന് അലിഞ്ഞ് വരും, അതുപോലെ തന്നെ ഒന്നും കൂടെ നന്നായിട്ട് മൂത്ത് വരും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമൊന്നുമല്ല, സാധാരണ നോർമൽ വാട്ടറാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആ വെള്ളം കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും ഈ അരപ്പൊക്കെ ഒന്ന് അതിനകത്ത് പിടിക്കുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാനൊരു ഇച്ചിരിയും കൂടി വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ മീൻ കഷ്ണങ്ങളുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിച്ച് നല്ല സെറ്റായിട്ട് വരുവാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മീൻ റോസ്റ്റ് എന്ന് പറയുന്നത് കഴിക്കാനായിട്ട്. എപ്പോഴും നമ്മൾ മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ വറുക്കും, അല്ലാന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് കറി വയ്ക്കും, അല്ലെങ്കിൽ വറുത്തരച്ച് വയ്ക്കും, അല്ലെങ്കിൽ മുളക് കറി വയ്ക്കും, അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്. ഇത് പക്ഷേ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും.
അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതേപോലെ കേരച്ചൂരയൊക്കെ അല്ലെങ്കിൽ ദശക്കട്ടിയുള്ള ഏതെങ്കിലും മീൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെയൊക്കെ മുകളിലേക്ക് വിതറി കൊടുക്കാം. പിന്നെ സിമ്മിലിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തിളഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാമേ. കറിവേപ്പില ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണേ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഉപ്പും അതുപോലെ തന്നെ എരിവും എല്ലാം പാകത്തിനായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയും മൈൻഡപ്പ് ചെയ്യാറായി. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.